ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ തേങ്ങ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിപ്പൊടി ഒന്ന് മൂക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തേങ്ങ നമ്മുടെ ചൂടായിട്ടിരിക്കുന്നതായതുകൊണ്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ മല്ലിപ്പൊടിയുടെയും മസാലപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം തീയുടെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇത് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ പൊടികളും തേങ്ങയും എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മുടെ തേങ്ങ ചൂടാറുമ്പോഴത്തേനും അത് നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് നമുക്കിതിലേക്ക് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവോളയും, 1 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ്. ഇനി ഇതിലേക്കിത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിൻ്റെ കൂടെ 2 ചുമന്ന മുളക് നടുവേ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മുടെ ചുമന്നുള്ളിയും സവോളയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ ദേ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനും അരപ്പും എല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് കൂട്ടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.